ഹായ് ഓൾ, വെൽക്കം ടു ലൈഫ് ട്രാക്ക് മലയാളം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഹിസ്റ്ററി ഭാഗത്ത് നിന്ന് PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാറുള്ളത്. ഹൈ പ്രോബബിലിറ്റി അല്ലെങ്കിൽ PSC ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഇനിയിപ്പോൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലും അതുപോലെ നമ്മുടെ PDF നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻ എ ഗേഡ സത്യാഗ്രഹം, ഓപ്ഷൻ ബി ചമ്പാരൻ സത്യാഗ്രഹം, ഓപ്ഷൻ സി അഹമ്മദാബാദ് മിൽ സമരം, ഓപ്ഷൻ ഡി ബാർദോളി സത്യാഗ്രഹം. ഇതിൽ ഉത്തരം വരുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ് ഉത്തരം വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി നമുക്ക് നോക്കാം. ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ ബീഹാറിൽ ചമ്പാരനിൽ നീല കർഷകർക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു സത്യാഗ്രഹമായിരുന്നു ഈ ചമ്പാരൻ സത്യാഗ്രഹം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ കർഷകരെ ചൂഷണം ചെയ്യുന്ന തീൻ കടിയ സമ്പ്രദായത്തിനെതിരെയായിരുന്നു ഈ സമരം. ഗാന്ധിജിയെ ഇവിടെ ക്ഷണിച്ച രാജ്കുമാർ ശുക്ലയാണ്. ഓക്കെ, 1917 ഈ ഒരു ചമ്പാരൻ സത്യാഗ്രഹം നടന്നിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻ എ ഗേദ സത്യാഗ്രഹത്തിന്റെ പ്രത്യേകത എന്താണ്? ഗുജറാത്തിലെ നികുതി നിഷേധ സമരമായിരുന്നു ഈ ഒരു സത്യാഗ്രഹം എന്ന് പറയുന്നത്. ചമ്പാരൻ സത്യാഗ്രഹത്തിന് ശേഷമാണ് ഗേഡ സത്യാഗ്രഹം നടക്കുന്നത്. ഓക്കെ, 1918 നടക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ വായിച്ച് നോക്കാനുള്ള ഒരു എളുപ്പത്തിന്, അതുപോലെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എളുപ്പത്തിനാണ് ഞാനിവിടെ എല്ലാത്തിൻ്റെയും എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. അതുപോലെ അഹമ്മദാബാദ് മിൽ സമരം, അതും 1918 നടക്കുന്നത്. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി ഉപവാസ സമരം അനുഷ്ഠിച്ചത് ഇവിടെയാണ്. പ്ലേഗ് ബോണസിന് വേണ്ടിയായിരുന്നു മിൽ തൊഴിലാളികളുടെ ഈ ഒരു സമരം നടന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ബാർദോളി സത്യാഗ്രഹത്തിന്റെ പ്രത്യേകത എന്താണ്? ബാർദോളി സത്യാഗ്രഹം 1928 നടന്നിട്ടുള്ളത്. ഗുജറാത്ത് നടന്ന നികുതി നിഷേധ സമരമാണ് ഇതിൽ ഈ ഒരു സമരത്തിന് കാരണമായത്. സർദാർ വല്ലഭായ് പട്ടേലാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഈ സമരത്തോടെയാണ് അദ്ദേഹത്തിന് സർദാർ എന്ന പദവി നൽകിയത്. പ്രത്യേകം നോട്ട് ചെയ്യുക, സർദാർ എന്ന പദവി നൽകിയത് ഈ ഒരു സമരത്തിന് ശേഷമാണ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. കേരള സിംഹം എന്നറിയപ്പെടുന്ന പഴശ്ശിരാജയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. മാനന്തവാടിയിലാണ് പഴശ്ശിരാജയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ളത്. മാനന്തവാടി, അല്ലെങ്കിൽ ചിലപ്പോൾ ഓപ്ഷൻസിൽ വയനാടായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. മാനന്തവാടി വയനാട്ടിലാണ് വരുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസും കൂടി നമുക്ക് നോക്കാം. ഇനി പുൽപ്പള്ളി, ഓപ്ഷൻ എ പുൽപ്പള്ളിയുടെ പ്രത്യേകത എന്താണ്? പഴശ്ശി രാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോര് നടത്തുന്നതിന് വേണ്ടി താവളമാക്കിയ സ്ഥലമാണ് പുൽപ്പള്ളി. ഓക്കെ, ഇനി ഓപ്ഷൻ സി മട്ടന്നൂരിന്റെ പ്രത്യേകത എന്താണ്? കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിനടുത്തുള്ള പഴശ്ശി കോവിലകത്താണ് ആര് ജനിച്ചത്? പഴശ്ശിരാജ ജനിച്ചത്. കോട്ടയം രാജവംശജനായ അംഗമായിരുന്നു ഇദ്ദേഹം. ഇനി ഓപ്ഷൻ ഡി തലശ്ശേരിയുടെ പ്രത്യേകത എന്താണ്? പഴശ്ശിയെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ നിയോഗിച്ച പ്രമുഖ സബ് കളക്ടറായിരുന്ന തോമസ് ഹാർവി ബാബറുടെ ആസ്ഥാനം തലശ്ശേരിയിലായിരുന്നു. അപ്പോൾ ഓപ്ഷൻസിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് PSC എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ്, പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യ വനിതാ പ്രസിഡന്റ് ആണ് ചോദിക്കുന്നത്. ഇത് എപ്പോഴും സ്റ്റുഡൻസ് തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അത് ആനി ബെസന്റ് ആണ്. ഓക്കെ, ഇനി ആദ്യത്തെ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് സരോജിനി നായിഡു ആണ്. ഇനി മൂന്നാമത്തെ വനിതാ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് നെല്ലി സെൻഗുപ്തയാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി സരോജിനി നായിഡുവിന്റെ മറ്റു പ്രത്യേകതകൾ എന്താണ്? ഇന്ത്യയുടെ വാനം പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു ആണ്. ഓക്കെ, ഇനി 1925 കാൺപൂർ സമ്മേളനം നടത്തിയത് ആരാണ്? സരോജിനി നായിഡു ആണ്. ഓക്കെ, ഇനി അരുണ ആസിഫ് അലിയുടെ പ്രത്യേകത എന്താണ്? അരുണ ആസിഫ് അലി ഓക്കെ
ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത്, അതായത് 1942 നടന്നിട്ടുള്ള ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മുംബൈയിലെ ഗോവലിയ ടാങ്ക് മൈതാനം, അവിടെ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് പ്രശസ്തമായ വനിതയാണ് ആര്? അരുണ ആസിഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ നായിക എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അരുണ ആസിഫ് അലിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. അധസ്ഥിതരുടെ വിദ്യാഭ്യാസത്തിനായി 1915 ഊരൂട്ടമ്പല സമരം അല്ലെങ്കിൽ കല്ലുമാല സമരം നടത്തിയ നവോത്ഥാന നായകൻ ആരാന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ PSCയിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് ഹൈ ഈൽഡ് ടോപ്പിക്സ് ഉണ്ട്, അതായത് നവോത്ഥാന നായകന്മാർ. അതിൽ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, കുമാരനാശാൻ, സഹോദരൻ അയ്യപ്പൻ, വൈകുണ്ഠ സ്വാമികൾ, ഇവരൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. അതുപോലെ ട്രാവൻകൂർ കിങ്സ് എപ്പോഴും ചോദിക്കുന്ന ടോപ്പിക്സ് ആണ്. അതുപോലെ പോർച്ചുഗീസ്, ഡച്ച്, യൂറോപ്യൻ അറൈവൽ, ഇതൊക്കെ ഭയങ്കര ഹൈ ഈൽഡിങ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഒട്ടും PSC ഒഴിവാക്കാത്ത ടോപ്പിക്സ് ആണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ 3-4 ടോപ്പിക്സും. അപ്പോൾ അത് നല്ലപോലെ നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്ക് ടു ക്വസ്റ്റ്യൻ. അധസ്ഥിതരുടെ വിദ്യാഭ്യാസത്തിനായി 1915 ഊരൂട്ടമ്പല സമരം അല്ലെങ്കിൽ കല്ലുമാല സമരം നയിച്ചത് ആരാണ്? ഇതിൽ ഉത്തരം വരുന്നത് അയ്യങ്കാളിയാണ്. ഓക്കെ, അയ്യങ്കാളിയുടെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരാണ്? അയ്യങ്കാളിയാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് നമ്മുടെ കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അയ്യങ്കാളി. ഇനി ഈ ഒരു സംഭവം ഊരൂട്ടമ്പല സമരം അല്ലെങ്കിൽ കല്ലുമാല സമരത്തിന്റെ പ്രത്യേകത നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിയുടെ വിദ്യാഭ്യാസത്തിനായി സ്കൂളിൽ പ്രവേശനം നൽകുന്നതിനെതിരെ സവർണർ ഊരൂട്ടമ്പലം സ്കൂളിൽ തീയിട്ടു. അതായത് ആ കുട്ടിക്ക് അവിടെ അഡ്മിഷൻ കൊടുത്തതിന്റെ പേരിൽ, പ്രവേശനം നൽകിയതിന്റെ പേരിൽ ആ ഒരു സ്കൂള് തീയിട്ടു. ഇതിനെതിരെ അയ്യങ്കാളി നടത്തിയ സമരമാണ് ഊരൂട്ടമ്പല സമരം. കീഴ്ജാതിക്കാരായ സ്ത്രീകൾ കഴുത്തിൽ കല്ലുമാല ധരിക്കണമെന്ന ആചാരത്തിനെതിരെ പെരിനാട്ടിൽ അദ്ദേഹം കല്ലുമാല സമരം 1915 അദ്ദേഹം ഈ ഒരു സമരം നടത്തുന്നത്. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ കുറച്ച് പ്രത്യേകതകൾ നോക്കാം. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവാണ്. 1886 അദ്ദേഹം അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നത്. പിന്നെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട് പറഞ്ഞ നവോത്ഥാന നായകനാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ ആയിട്ടുള്ള കുമാരനാശാന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സാധുജന പരിപാലന സംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിയ പ്രശസ്ത കവി, ദുരവസ്ഥ, ചണ്ടാല ഭിക്ഷുകി എന്നിവ ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. ഈ ഒരു കൃതികൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കുമാരനാശാന്റെ, അതിടയ്ക്ക് PSC ചോദിക്കുന്നതാണ്. ഇനി സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ ഡി സഹോദരൻ അയ്യപ്പന്റെ പ്രത്യേകത എന്താണ്? മിശ്രഭോജനം എന്ന പരിപാടി സ്ഥാപിച്ചതാരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ്, ജാതിനെ കുറച്ചും കൂടി ജാതിനേക്കാൾ കൂടുതൽ മനുഷ്യന് വില കൊടുക്കുന്ന ഒരു നവോത്ഥാന നായകനായിരുന്നു ആര്? സഹോദരൻ അയ്യപ്പൻ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നവോത്ഥാന നായകന്മാർ ഒരു കാരണവശാലും ഒഴിവാക്കരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൽ നവോത്ഥാന നായകന്മാരുടെ ഏറ്റവും കൂടുതൽ പ്രസ്താവന രീതിയിൽ ചോദിക്കുന്ന അവരുടെ ജനിച്ച സ്ഥലം, അതുപോലെ അവർ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ, അതായത് സാധുജന പരിപാലന സംഘം, മിശ്രഭോജനം, അതുപോലെ വില്ലുവണ്ടി സമരം, കല്ലുമാല സമരം, അരുവിപ്പുറം പ്രതിഷ്ഠ, അങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് മെയിനായിട്ട് ഈ ഒരു നവോത്ഥാന നായകന്മാരുടെ കാര്യങ്ങളിൽ നോക്കാറുള്ളത്. പിന്നെ അതുപോലെ ഫേമസ് ആയിട്ടുള്ള പത്രങ്ങൾ, സാധുജന പരിപാലനി പോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പത്രങ്ങൾ പ്രസ്താവന രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ മിസ്സാക്കാതെ കൃത്യമായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ബ്രിട്ടീഷ് ഇന്ത്യയിൽ വർത്തമാന പത്രങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ വെർണാക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്ന വൈസ്രോയ് ആര്? ഇതാണ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ പറയുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ വർത്തമാന പത്രങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ വെർണാക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്ന വൈസ്രോയ് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻ എ ലിട്ടൺ പ്രഭു, ഓപ്ഷൻ ബി റിപ്പൺ പ്രഭു, ഓപ്ഷൻ സി കേഴ്സൺ പ്രഭു, ഓപ്ഷൻ ഡി ഡെൽഹൌസി പ്രഭു. ഇതിന്റെ ഉത്തരം വരുന്നത് ലിട്ടൺ പ്രഭു ആണ് ആൻസർ വരുന്നത്.
1878 പ്രാദേശിക ഭാഷാ പത്രങ്ങളെ അടിച്ചമർത്താൻ ഇദ്ദേഹം ഈ നിയമം കൊണ്ടുവന്നത്. ഇന്ത്യൻ ആംസ് ആക്ട്, ആയുധ നിയമം കൊണ്ടുവന്നതും ഇദ്ദേഹമാണ്. ഇനി റിപ്പൺ പ്രഭുവിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? 1882 വെർണാക്കുലർ പ്രസ് ആക്ട് റദ്ദാക്കിയത് ഇദ്ദേഹമാണ്. കൊണ്ടുവന്നത്, നിയന്ത്രണം ഏർപ്പെടുത്തിയ വെർണാക്കുലർ പ്രസ് ആക്ട് റദ്ദാക്കിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അത് മറ്റാരുമല്ല, നമ്മുടെ റിപ്പൺ പ്രഭുവാണ്. ഇനി കേഴ്സൺ പ്രഭുവിന്റെ പ്രത്യേകത എന്താണ്? ചരിത്ര പ്രസിദ്ധമായ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? കേഴ്സൺ പ്രഭുവാണ്. ഇനി ഡൽഹൌസി പ്രഭുവിന്റെ പ്രത്യേകത എന്താണ്? ഡോക്ട്രിൻ ഓഫ് ലാക്സ്, ദത്തവകാശ നിരോധന നിയമം, അത് കൊണ്ടുവന്ന വൈസ്രോയി ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. അപ്പം ഇങ്ങനത്തെ നമ്മൾ പ്രഭുക്കന്മാരുടെ, വൈസ്രോയിമാരുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ അവർ കൊണ്ടുവന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ കോൺവാലിസ് പ്രഭുവിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിവിൽ സർവീസിന് തുടക്കമിട്ടിട്ടുള്ള, അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള പ്രഭു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺവാലിസ് ആണ്. അങ്ങനത്തെ നമ്മളുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വേണം നമ്മൾ വൈസ്രോയിമാരെ കുറിച്ച് പഠിക്കാനായിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കേരള ചരിത്രത്തിലെ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വേലുത്തമ്പി ദളവ ഏതു രാജ്യത്തെ ദളവ മന്ത്രിയായിരുന്നു? ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി തിരുവിതാംകൂർ, ഓപ്ഷൻ സി കോഴിക്കോട്, ഓപ്ഷൻ ഡി കോലത്തുനാട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, തിരുവിതാംകൂർ രാജാവിൻ്റെ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. വേലുത്തമ്പി തിരുവിതാംകൂർ മഹാരാജാവ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദളവയായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ അണിനിരത്താൻ 1809 ജാനുവരി 11 ഇദ്ദേഹം കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. ആ ഒരു ഡേറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 1809 ആള് ഈ ഒരു കുണ്ടറ പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. അപ്പോൾ ആ ഒരു ഡേറ്റ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. മറ്റ് ഓപ്ഷൻസിൻ്റെ എക്സ്പ്ലനേഷൻസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതായത് കൊച്ചിയിലെ മറ്റു പ്രത്യേകത എന്തായിരുന്നു? പാലിയത്തച്ഛനാണ് കൊച്ചിയിൽ റോള് വരുന്നത് അല്ലേ. അതായത് വേലുത്തമ്പി ദളവുമായി ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ ഇദ്ദേഹവും പോരാടിയിട്ടുണ്ട്. കൊച്ചിയിൽ വെച്ച് പ്രമുഖനായ മന്ത്രി ബ്രിട്ടീഷുകാർക്കെതിരെ വേലുത്തമ്പി ദളവുമായി ചേർന്ന് പോരാടിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് പാലിയത്തച്ഛനാണ്. ഓപ്ഷൻ സി കോഴിക്കോടിൻ്റെ പ്രത്യേകതയാണ് എന്താണ്? കോഴിക്കോട്ടെ ഭരണാധികാരികൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? സാമൂതിരികൾ എന്നാണ് അറിയപ്പെടുന്നത്. കോലത്ത് നാട് വടക്കൻ മലബാർ പ്രദേശം ഭരിച്ചിരുന്ന രാജവംശമാണ് ഏത്? കോലത്തുനാട്. അപ്പോൾ ബാക്കി ഓപ്ഷൻസിൻ്റെ എക്സ്പ്ലനേഷൻസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് പോവാം. സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ചോർത്ത സിദ്ധാന്തം, ഡ്രെയിൻ തിയറി ആദ്യമായി മുന്നോട്ട് വെച്ച നേതാവ് ആരാണ്? ഇതും PSC എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ദാദാഭായ് നവറോജിയാണ് ഡ്രെയിൻ തിയറി കൊണ്ടുവന്നത്. അതായത് ഇന്ത്യയിലുള്ള സമ്പത്ത് ബ്രിട്ടീഷിലേക്ക് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലേക്ക് ഒഴുകി പോകുന്ന ഒരു രീതി, അല്ലെങ്കിൽ ആ ഒരു ഒഴുകുന്ന കാര്യത്തിനെ കുറിച്ചിട്ട്, നമ്മുടെ സ്വത്തും കാര്യങ്ങളൊക്കെ അവർ അടിച്ചുകൊണ്ട് പോകുന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ഡ്രെയിൻ തിയറി പറയുന്നത്. ദാദാഭായ് നവറോജി ഇന്ത്യയിലെ വയോധികനായ നേതാവ്, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. ഞാനിതിൻ്റെ 4 ഓപ്ഷൻസിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ സമ്പത്ത് എപ്രകാരം ഇംഗ്ലണ്ടിലേക്ക് കടത്തുന്നു എന്നത് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, ഈ ഒരു കാര്യം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ, എന്ന പുസ്തകത്തിലൂടെയാണ് ചോർച്ച സിദ്ധാന്തമായി ഇദ്ദേഹം വിവരിച്ചത്. ഇനി ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പ്രത്യേകത എന്താണ്? മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു. 1905 സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചു. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഓപ്ഷൻ സി ബാലഗംഗാധര തിലകന്റെ പ്രത്യേകത എന്താണ്? സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? ഇതും PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്ന് പ്രഖ്യാപിച്ച തീവ്ര ദേശീയവാദി ആരാ? തീവ്ര ദേശീയവാദിയാണ്. കേസരി, മറാഠ എന്നീ പത്രങ്ങൾ ആരംഭിച്ചു. ഈ ഒരു പത്രങ്ങളുടെ പേരും ഒന്ന് നോക്കി വെക്കുക. ഇനി ബിപിൻ ചന്ദ്രപാലിന്റെ പ്രത്യേകത എന്താണ്? ലാൽ പാൽ പാൽ എന്ന ത്രയത്തിലെ പാൽ. ഇന്ത്യയിലെ വിപ്ലവ ചിന്തകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബിപിൻ ചന്ദ്രപാലാണ്.
ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരളത്തിലെ പ്രശസ്തമായ ഗുരുവായൂർ സത്യാഗ്രഹം 1931-32 നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം നയിച്ച വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? വോളണ്ടിയർ ക്യാപ്റ്റൻ, ആ ഒരു കീ ടേം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ കെ കേളപ്പൻ, AK ഗോപാലൻ, മന്നത്ത് പത്മനാഭൻ, സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ഇതിന്റെ ആൻസർ എന്താണ് വരുന്നത്? നമുക്കറിയാലേ, AK ഗോപാലൻ. ഓക്കെ, AK ഗോപാലിന്റെ പ്രത്യേകത എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു. ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്നു ആര്? AK ഗോപാലൻ. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസും കൂടി നമുക്ക് നോക്കാം. കെ കേളപ്പന്റെ പ്രത്യേകത എന്താണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? കെ കേളപ്പനാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്? ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. ഗുരുവായൂർ ക്ഷേത്രം എല്ലാവർക്കുമായി തുറന്നു കൊടുക്കണം എന്ന ആവശ്യം ഇദ്ദേഹം മുന്നോട്ട് വെച്ചു. അതിൻ്റെ ഭാഗമായി ഇദ്ദേഹം മരണം വരെ ഉപവാസം അനുഷ്ഠിച്ചു. പിന്നീട് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം അത് അവസാനിപ്പിച്ചു, ആ ഒരു ഉപവാസം അവസാനിപ്പിച്ചു. അതുകൊണ്ടാണ് എങ്ങനെ അറിയപ്പെടുന്നത്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഇനി മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു. ആര്? മന്നത്ത് പത്മനാഭൻ. ഓക്കെ, ഇനി ഓപ്ഷൻ ഡി സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ഈ ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രചാരണാർത്ഥം വടകരയിൽ നിന്നും ഗുരുവായൂരിലേക്ക് നടന്ന കാൽനട ജാഥ നയിച്ചത് ഇദ്ദേഹം പാടുന്ന പടയാളി എന്നറിയപ്പെടുന്നു. അതായത് ആ ഒരു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് വടകരയിൽ നിന്നും ഗുരുവായൂരിലേക്ക് നടന്ന കാൽനട ജാഥ, ആ ഒരു ജാഥയ്ക്ക് ഇനീഷ്യേറ്റീവ് എടുത്ത് ലീഡർഷിപ്പ് കൊടുത്തത് കൊണ്ടാണ് അദ്ദേഹം പാടുന്ന പടയാളി എന്നറിയപ്പെട്ടത്. അപ്പോൾ ഈ ഒരു 4 ഓപ്ഷൻസിൻ്റെയും എക്സ്പ്ലനേഷൻസ് നിങ്ങളൊന്ന് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാലും മതി. നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ. ഓക്കെ, അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യയിൽ സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിന് കാരണമായ ബ്രിട്ടീഷ് നിയമം ഏതാണ്? ശ്രദ്ധിച്ചു നോക്കുക. നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, ബട്ട് സ്റ്റിൽ ശ്രദ്ധിച്ചു നോക്കുക. ഇന്ത്യയിൽ സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിനായി കാരണമായ ബ്രിട്ടീഷ് നിയമം ഏതാണ്? 1773 റെഗുലേറ്റിംഗ് ആക്ട്, 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട്, 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, 1909 മിന്റോ മോർലി പരിഷ്കാരം. ഇതിലേതാണ് ശരി ഉത്തരം വരുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലേ? ഓപ്ഷൻ എ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ആണ് അതിൽ ആൻസർ ആയിട്ട് വരുന്നത്. ആ ഒരു നിയമത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ നിയമപ്രകാരം 1774 കൊൽക്കത്തയിലെ ഫോർട്ട് വില്യമിൽ ആദ്യമായി സുപ്രീം കോടതി സ്ഥാപിതമായി. ഇതിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരാണ്? സാർ എലീജ ഇംഫെ ആയിരുന്നു. ഓക്കെ, ഇനി ബാക്കിയുള്ള ഓപ്ഷൻസിന്റെ പ്രത്യേകത കൂടി നമുക്ക് നോക്കാം. ഓപ്ഷൻ ബിയുടെ പ്രത്യേകത 1784 പിറ്റ്സ് ഇന്ത്യ ആക്ടിന്റെ പ്രത്യേകത എന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി രാഷ്ട്രീയ വാണിജ്യ ചുമതലകളെ വേർതിരിക്കുകയും ബ്രിട്ടീഷ് ഗവൺമെന്റിന് കമ്പനിയിൽ കൂടുതൽ നിയന്ത്രണം നൽകുകയും ചെയ്യുകയാണ് ഏത് ആക്ടിലൂടെ? പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784. ഇനി ഓപ്ഷൻ സി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858ന്റെ പ്രത്യേകത എന്താണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം കമ്പനി ഭരണം അവസാനിച്ച് ഇന്ത്യയുടെ ഭരണം നേരിട്ട് ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു. ഗവർണർ ജനറൽ പദവി നൽകി വൈസ്രോയി ആയി മാറ്റി. ഓക്കെ, അപ്പം അതാണ് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പ്രത്യേകത വരുന്നത്. ഓക്കെ, ഇനി ഓപ്ഷൻ ഡി 1909 മിന്റോ മോർലി പരിഷ്കാരം. അതിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി മുസ്ലിങ്ങൾക്ക് പ്രത്യേക വോട്ടവകാശം, സെപ്പറേറ്റ് ഇലക്ടോറേറ്റ്, മതത്തിന്റെ അടിസ്ഥാനത്തിൽ അനുവദിച്ച വോട്ടിങ് അനുവദിച്ച ഒരു നിയമമായിരുന്നു അത്. പിന്നീട് അത് റദ്ദാക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ ഒരു മിന്റോ മോർലി പരിഷ്കാരം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് PSC ചോദിക്കാറുണ്ട്. പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്തു നിന്ന് വരാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 1857
ഒന്നാം സ്വാതന്ത്ര്യ സമയത്ത് കാൺപൂരിൽ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. 1757 ഒരു കലാപത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും അത് ഓരോ സ്ഥലത്തും നയിച്ച വ്യക്തികളുടെ പേര് നമ്മൾ നോക്കണം. അതുപോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഝാൻസി റാണി ലക്ഷ്മിബായിയുടെ മറ്റൊരു പേരെന്താണ്, അല്ലെങ്കിൽ ശരിക്കുള്ള പേര് മണികർണിക എന്നാണ് ആ വ്യക്തിയുടെ പേര്. അതുപോലെ ലക്നൌവിൽ നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ്? ബീഗം ഹസ്രത് മഹാലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ആരെയാണ്? കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരാണെന്നാണ്. അതിൻ്റെ ആൻസർ വരുന്നത് നാനാ സാഹിബാണ്. ഓക്കെ, ബഹദൂർ ഷാ രണ്ടാമൻ, ഓപ്ഷൻ എ, ബഹദൂർ ഷാ രണ്ടാമൻ എവിടെയാണ് നേതൃത്വം കൊടുത്തത്? അതെ, ഡൽഹിയിലാണ്. അതായത് മുഗൾ ഭരണത്തിന്റെ ആ ഒരു സമയത്തായിരുന്നു എന്ത് നടക്കുന്നത്? ഈ ഒരു യുദ്ധം നടക്കുന്നത്. അപ്പോൾ ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു ഡൽഹിയിൽ നേതൃത്വം കൊടുത്തത്. ഓക്കെ, ഇനി റാണി ലക്ഷ്മിബായ് എവിടെയാണ് നേതൃത്വം കൊടുത്തത്? ഝാൻസിയിൽ സമരത്തിന് നേതൃത്വം കൊടുത്തു. ബ്രിട്ടീഷ് സൈന്യത്തിന് നേരിടേണ്ടി വന്ന ഏറ്റവും അപകടകാരിയായ നേതാവ് ആരാണ് എന്ന് സർ ഹക്രോസ് ഇവരെ വിശേഷിപ്പിച്ചു. അപ്പൊ അപകടകാരിയായ നേതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? റാണി ലക്ഷ്മിബായി ആണ്. റാണി ലക്ഷ്മിബായിയുടെ പേരെന്താണ്? മണികർണിക. ഝാൻസിയിലാണ് നേതൃത്വം കൊടുത്തത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ബീഗം ഹസ്രത് മഹാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, അവധ്, ലക്നൌവിലുള്ള അവധ് എന്ന പ്രദേശത്താണ് അവര് ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത്. ബീഗം ഹസ്രത് മഹാൽ നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഈ ഒരു കീ പോയിന്റ്സ് ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഓരോ വ്യക്തികൾ നേതൃത്വം കൊടുത്ത സ്ഥലങ്ങൾ ഈ ഒരു 1857 കലാപത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രത്യേകം പഠിക്കുക. അതുപോലെ ആ പ്രത്യേക ഡേറ്റുകൾ, എവിടെ ഏത് ഡേറ്റിലാണ് ഈ ഒരു ലഹള പൊട്ടിപ്പുറപ്പെട്ടത്? 1857 മെയ് 10 ഈ ഒരു ലഹള പൊട്ടിപ്പുറപ്പെട്ടത്. എവിടെ വെച്ചായിരുന്നു പൊട്ടിപ്പുറപ്പെട്ടത്? മീററ്റിൽ വെച്ചിട്ടായിരുന്നു. ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു? മംഗൽ പാണ്ഡെ ആയിരുന്നു ആദ്യത്തെ രക്തസാക്ഷി. അങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നോക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. കേരളത്തിലെ, ചെറിയൊരു പ്രിന്റിംഗ് മിസ്റ്റേക്കാണ്. കേരളത്തിലെ ഇന്റേണൽ ലഹള അല്ലെങ്കിൽ തൊപ്പിയിട്ട പ്രക്ഷോഭം എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? തൊപ്പിയിട്ട പ്രക്ഷോഭം, നിങ്ങൾ ആ ഒരു ടേം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഓപ്ഷൻസിലേക്ക് ഒന്ന് നോക്കൂ. ചാനാർ ലഹള, മാപ്പിള ലഹള, കായൽ സമ്മേളനം, വാഗൻ ട്രാജഡി. ഓക്കെ, ഇതിൽ തൊപ്പിയിട്ട പ്രക്ഷോഭം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടും. ഇതിന്റെ ആൻസർ വരുന്നത് ഏതാണ്? ചാനാർ ലഹളയാണ്. മാറുമറയ്ക്കൽ സമരം എന്നും ഈ ഒരു ലഹള അറിയപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള വിശദീകരണം നമുക്കൊന്ന് നോക്കാം. തെക്കൻ തിരുവിതാംകൂറിൽ ചാനാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടത്തിയ സമരമാണ് എന്ത്? ചാനാർ ലഹള. 1859 ഉത്രം തിരുനാൾ, ഈ ഒരു പേര് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ കാലത്തായിരുന്നു ചാനാർ ലഹള സംഭവിച്ചതെന്ന് ചോദിക്കാറുണ്ട്. ഉത്രം തിരുനാൾ മഹാരാജാവാണ് ചാനാർ സ്ത്രീകൾക്ക് കുപ്പായമിടാൻ അനുവാദം നൽകി വിളംബരം പുറപ്പെടുവിച്ചത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്ഷൻ കൃത്യമായിട്ടൊന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഓപ്ഷൻ ബി, മാപ്പിള ലഹളയുടെ പ്രത്യേകത എന്താണ്? മലബാറിലെ കുടിയാന്മാരായ മുസ്ലിം കർഷകർ ബ്രിട്ടീഷുകാർക്കും ജന്മിമാർക്കും എതിരെ നടത്തിയ പ്രക്ഷോഭമാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഭാഗം മാപ്പിള ലഹളയുടെ പ്രത്യേകത മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തത് കായൽ സമ്മേളനം. 1913 നടന്ന കായൽ സമ്മേളനം. കൊച്ചിയിൽ ദളിതർക്ക് സമ്മേളനം നടത്താൻ സ്ഥലം അനുവദിക്കാതിരുന്നപ്പോൾ പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വത്തിൽ കായലിൽ വള്ളങ്ങൾ കൂട്ടിക്കെട്ടി സമ്മേളനം നടത്തി ചരിത്രം കുറിച്ചു. അതാണ് ഈ ഒരു സംഭവത്തിന്റെ പ്രത്യേകത. കായൽ സമ്മേളനം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. PSC അങ്ങനെ ഒരുപാട് ഇൻഡെപ്ത് ആയിട്ട് ചോദിക്കുന്നത് കണ്ടിട്ടില്ല, എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. ഇനി വാഗൻ ട്രാജഡി ഇമ്പോർട്ടൻ്റ് ആണ്. 1921 നവംബർ 10 മലബാർ കലാപകാരികളായി തടവുകാരായി തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് അടച്ചുപൂട്ടിയ ചരക്കുവണ്ടിയിൽ കൊണ്ടുപോകുന്നതിനിടയിൽ ശ്വാസം മുട്ടി 70 പേർ മരണപ്പെട്ട ദാരുണമായ സംഭവമാണ് വാഗൻ ട്രാജഡി. അപ്പോൾ ഈ ഒരു 4 ഓപ്ഷൻസിൻ്റെയും എക്സ്പ്ലനേഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് നോട്ട് ചെയ്ത് വെക്കാം. എന്തായാലും ഈ ഭാഗത്തു നിന്ന് ചോദിക്കാനുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ നോക്കുക. ചാനാർ ലഹളയാണെന്നുണ്ടെങ്കിൽ അതേത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കാലഘട്ടത്താണ് സംഭവിച്ചതെന്നൊന്ന് ശ്രദ്ധിക്കാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, അതുപോലെ
ഡേറ്റ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കി വെച്ചാൽ നടന്ന വർഷം, ചാനാർ ലഹള നടന്ന വർഷം 1859 നടന്ന ഒരു ലഹളയാണ്. അതുപോലെ മാപ്പിള ലഹളയുടെ പ്രത്യേകത മുസ്ലിം കർഷകർ ബ്രിട്ടീഷുകാർക്കും ജന്മികൾക്കുമെതിരെ നടത്തിയ ഒരു പ്രക്ഷോഭമാണ്. അതുപോലെ കായൽ സമ്മേളനം, കായലിൽ വള്ളങ്ങൾ കൂട്ടിക്കെട്ടി നടത്തിയ ഒരു സമ്മേളനമായിരുന്നു അത് നോക്കി വയ്ക്കുക. വാഗൺ ട്രാജഡി, ചരക്ക് വണ്ടിയിൽ ശ്വാസം മുട്ടി 70 പേർ മരണപ്പെട്ട ദാരുണമായ സംഭവം, വർഷം കൂടെ നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 1930 ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ പ്രധാന കേന്ദ്രമായിരുന്ന പയ്യന്നൂരിലേക്ക് കേരള മാർച്ച് നയിച്ചത് ആരാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയുന്നു. 1930 ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാന കേന്ദ്രമായിരുന്ന പയ്യന്നൂരിലേക്ക് കേരള മാർച്ച് നടത്തിയ വ്യക്തി ആരാണ്? ഉത്തരം എന്താണ്? കേളപ്പനാണ്. ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കോഴിക്കോട് സ്പെഷ്യൽ ബാങ്ക് റോഡിൽ നിന്നും കണ്ണൂരിലെ പയ്യന്നൂരിലേക്ക് പയ്യന്നൂരിലേക്ക് സത്യാഗ്രഹികളുമായി കേളപ്പൻ മാർച്ച് നടത്തിയ സംഭവമാണത്. ഓക്കെ, ഇനി ബാക്കിയുള്ള ഓപ്ഷൻസിന്റെ കൂടെ എക്സ്പ്ലനേഷൻസ് നമുക്ക് നോക്കാം. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാവാണ്. അൽ അമീൻ പത്രത്തിന്റെ സ്ഥാപകനാണ് ഈ ഒരു വ്യക്തി. ഇനി മൊയ്യാരത്ത് ശങ്കരൻ കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് ചരിത്രം എഴുതിയ വ്യക്തി, ഉപ്പു സത്യാഗ്രഹത്തിൽ സജീവമായി പങ്കെടുത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. ഓക്കെ, ഇനി ശ്രീകൃഷ്ണന്റെ പ്രത്യേകത എന്താണ്? മിതവാദി പത്രം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. മിതവാദി പത്രത്തിന്റെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സി കൃഷ്ണൻ ആണ്. അപ്പൊ ഈ ഒരു മിതവാദി എന്നുള്ള ഒരു പത്രം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, കാരണം ഇടയ്ക്കിടയ്ക്ക് PSC ചോദിക്കുന്ന ഒരു പത്രമാണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പൊ ഇത്രയും ഈ ഒരു എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയായ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? സിമ്പിൾ അല്ലേ? ആൻസർ ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. സോറി, ഞാൻ ഓപ്ഷൻസ് നിങ്ങൾക്ക് വായിച്ചു തന്നില്ല. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ BR അംബേദ്കർ, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ, ജവഹർലാൽ നെഹ്റു. ഇതിൽ ഉത്തരം വരുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം ചേർന്നപ്പോൾ ഏറ്റവും പ്രായം കൂടിയ അംഗമായി ഇദ്ദേഹത്തെ താൽക്കാലിക പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. ഫ്രഞ്ച് മാതൃകയിലാണ് അങ്ങനെ തിരഞ്ഞെടുത്തത്. അതായത് ഏറ്റവും ഏജുള്ള ഒരാളെ നോക്കിയിട്ടാണ് അവർ ആ സമയത്ത് താൽക്കാലികം ടെമ്പററി പ്രസിഡന്റ് എന്നുള്ളൊരു മൈൻഡിൽ അവർ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ ടെമ്പററി താൽക്കാലിക പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസിന്റെ പ്രത്യേകത കൂടി നോക്കാം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ കുറിച്ച് നമുക്ക് നോക്കാം. 1946 ഡിസംബർ 11 ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് ആദ്യ രാഷ്ട്രപതിയായി ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി ഡോക്ടർ BR അംബേദ്കറിന്റെ പ്രത്യേകത എന്താണ്? ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. അതും PSC റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇനി ഭരണഘടനയിൽ എത്ര വർഷം കൊണ്ടാണ് ഭരണഘടന എഴുതി തീർത്തത് എന്നുള്ളത് എപ്പോഴും ചോദിക്കാനുണ്ട്. 2 വർഷവും 11 മാസവും 18 ദിവസവും എന്നുള്ളത് നമ്മൾ ഓപ്ഷൻസിൽ കണ്ടു കഴിഞ്ഞാൽ അതാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി ജവഹർലാൽ നെഹ്റുവിന്റെ പ്രത്യേകത എന്താണ്? 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചരിത്ര പ്രസിദ്ധമായ ലക്ഷ്യപ്രമേയം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചു. ഇദ്ദേഹം പിന്നീട് ഭരണഘടനയുടെ ഭരണഘടനയുടെ ആമുഖം പ്രിയാമ്പിള് മാറ്റിയത് ഈ ഒരു ലക്ഷ്യപ്രമേയം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ ഇൻസ്പയർ ആയിട്ടാണ് നമ്മുടെ പ്രിയാമ്പിള് ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. പ്രത്യേകിച്ച് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ ഭാഗം ജവഹർലാൽ നെഹ്റു ആണ്. ആരാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മുന്നോട്ട് വെച്ചതെന്നുള്ള ചോദ്യം ചോദിക്കാറുണ്ട്. ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റുവിന്റെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ ബേസിസിലാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ തയ്യാറാക്കിയിട്ടുള്ളതെന്നുള്ള കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. ഓക്കെ, 14ാമത്തെ ക്വസ്റ്റ്യൻ. തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് സർക്കാർ ജോലികളിൽ അർഹമായ പ്രാതിനിധ്യം വേണമെന്നാവശ്യപ്പെട്ട് 1891 സമർപ്പിച്ച ഹർജി ഏതാണ്? ഒന്നുകൂടെ പറയുന്നു.
തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് സർക്കാർ ജോലികളിൽ അർഹമായ പ്രാതിനിധ്യം വേണമെന്ന് ആവശ്യപ്പെട്ട് 1891 സമർപ്പിച്ച ഹർജി ഏതാണ്? ഓപ്ഷൻ എ ഇഴവ മെമ്മോറിയൽ, ഓപ്ഷൻ ബി മലയാളി മെമ്മോറിയൽ, ഓപ്ഷൻ സി നിവർത്തന പ്രക്ഷോഭം, ഓപ്ഷൻ ഡി സിഒ പൗരസമത്വ പ്രക്ഷോഭം. ഓക്കെ, ഇതിൽ ആൻസർ വരുന്നത് മലയാളി മെമ്മോറിയൽ ആണ് ആൻസർ വരുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസിന്റെ എക്സ്പ്ലനേഷനും കൂടി നമുക്ക് നോക്കാം. മലയാളി മെമ്മോറിയലിന്റെ പ്രത്യേകത എന്താണ്? പരദേശി ബ്രാഹ്മണർ തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗസ്ഥർ കൈയെടുക്കുന്നതിനെതിരെ 10,028 പേർ ഒപ്പിട്ട് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ച നിവേദനം. ഇതിന്റെ സൂത്രധാരൻ ബാരിസ്റ്റർ ജി പിള്ളയായിരുന്നു. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ടു. ജസ്റ്റ് നിങ്ങൾ ആ ഒരു റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ട് ഞാൻ പറയുന്നുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇനി ഇഴവ മെമ്മോറിയൽ ഏത് വർഷമാണ് വന്നത്? 1896 ഇഴവ മെമ്മോറിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിൽ ഇഴവ സമുദായത്തിന് സർക്കാർ ജോലികളിൽ പ്രവേശനം ആവശ്യപ്പെട്ട് 13,176 പേര് ഒപ്പിട്ട് ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച നിവേദനമാണ് ഇഴവ മെമ്മോറിയൽ. ഇനി ഓപ്ഷൻ സി നിവർത്തന പ്രക്ഷോഭം. അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് 1932. നിയമസഭകളിൽ ക്രിസ്ത്യൻ മുസ്ലിം ഇഴവ വിഭാഗങ്ങൾക്ക് ജനസംഖ്യാടിസ്ഥാനത്തിൽ സീറ്റുകളും സംവരണങ്ങളും, ആ ഒരു പോയിന്റ് പ്രത്യേകം നോക്കുക, ആവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭം. ഇതിന്റെ പ്രധാന നേതാവ് സി കേശവനായിരുന്നു. അപ്പൊ ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു 4 നിവേദനങ്ങളായാലും ഈ ഒരു ഇഴവ മെമ്മോറിയൽ, മലയാളി മെമ്മോറിയൽ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് PSC ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് എല്ലാതും കൃത്യമായിട്ട് പഠിക്കാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ബംഗാൾ വിഭജനം 1905 നടന്നതാണ്. റദ്ദാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി വൈസ്രോയ് ആരായിരുന്നു? ഇനി ബംഗാൾ വിഭജനം മുന്നോട്ട് കൊണ്ടുവന്ന വ്യക്തി ആരായിരുന്നു? കേഴ്സൺ പ്രഭു ആയിരുന്നു അല്ലെ. അപ്പോൾ ഇനി ഇത് റദ്ദാക്കിയത് ആരാന്നാണ് ഇപ്പോൾ ഇവിടെ ചോദിക്കുന്നത്. ഇതിന് ആൻസർ വരുന്ന ആരാണ്? ഹാർഡിഞ്ച് രണ്ടാമൻ പ്രഭു ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ആരായിരുന്നു ഈ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തത്? കേഴ്സൺ പ്രഭു ആയിരുന്നു. ഇത് റദ്ദാക്കിയത് ഹാർഡിഞ്ച് രണ്ടാമൻ പ്രഭു ആണ്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസിന്റെ എക്സ്പ്ലനേഷൻസും കൂടി നമുക്ക് നോക്കാം. ചെംസ്ഫോർഡ് പ്രഭുവിന്റെ പ്രത്യേകത എന്താണ്? 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോഴും മോണ്ടഗ്യൂ ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോഴും ഇന്ത്യയിലെ വൈസ്രോയ് ആരാണ്? ചെംസ്ഫോർഡ് പ്രഭുവാണ്. ഇനി ഇർവിൻ പ്രഭുവിന്റെ പ്രത്യേകത എന്താണ്? 1931 ഗാന്ധിജിയുമായി ഗാന്ധി ഇർവിൻ കരാർ, ആ ഒരു പേരിൽ തന്നെയുണ്ട്, ഗാന്ധി ഇർവിൻ കരാർ ഒപ്പുവെച്ചു. ഇതിനെ തുടർന്നാണ് ഗാന്ധിജി 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തയ്യാറായത്. ഓക്കെ, ഈ 2 പോയിന്റ്സ് ഈ ഒരു ഭാഗത്ത് നോക്കി വയ്ക്കാം. ഇനി ഓപ്ഷൻ ഡി വെല്ലിംഗ്ടൺ പ്രഭുവിന്റെ പ്രത്യേകത എന്താണ്? സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ 2ാം ഘട്ടത്തിൽ ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കളെ ജയിലിലടച്ച വൈസ്രോയി ഗാന്ധിജിനെ വെല്ലിംഗ്ടൺ പ്രഭുവാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുമ്പോൾ ഇദ്ദേഹമായിരുന്നു വൈസ്രോയ്. ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ റിലേറ്റഡ് ഫാക്ട്സ് ആണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമ്മൾ റിലേറ്റഡ് ആയിട്ട് ഇതുവരെ PSC ചോദിച്ചിട്ടുള്ളതും നമ്മുടെ അപ്കമിങ് PSC പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ളതുമായ റിപ്പീറ്റിംഗ് ആവാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി നമുക്ക് ഈ ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങൾക്ക് PDF വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ ലൈഫ് ട്രാക്ക് മലയാളത്തിന് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്നിട്ട് അത് പർച്ചേസ് ചെയ്ത ആ ഒരു സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ നാളെ അടുത്ത ടോപ്പിക്കായിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു.